20-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. സ്തോത്രം. നമ്മളായിരിക്കുന്ന ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ച് നമ്മളെല്ലാവരും നല്ല ബോധവാന്മാരാണ്. ഓരോ ദിവസവും പ്രതിസന്ധികൾ വർദ്ധിച്ചു വരികയാണ്. തിരമാലയുടെ ഭാവവും വലിപ്പവും അതിൻ്റെ ശക്തിയും വളരെ പ്രതീക്ഷകൾക്കപ്പുറമായി ഉയരുന്ന ഒരു സമുദ്രത്തിലാണ് നമ്മുടെ വിശ്വാസ പടക് ഇന്നായിരിക്കുന്നത്. സ്തോത്രം. ഈ പടകിലേക്ക്, ഈ കടലിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് കർത്താവ് നമ്മളുടെ ഓരോരുത്തരോടും വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഈ സമുദ്രത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. സ്തോത്രം. ഈ സമുദ്രത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈ സമുദ്രത്തെയൊക്കെ ഞാൻ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ജയിച്ച ഒരു ദൈവമാണ് നമ്മെ ഈ സമുദ്രത്തിലോട്ട് ഇറക്കിയത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഒരാളുടെ പ്രേരണ നിമിത്തമല്ല നമ്മളിവിടെ വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഒരാളെ കണ്ടുവല്ല നമ്മൾ വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തെ അനുഗമിക്കുന്നത് വ്യക്തമായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവ ശബ്ദം കേട്ട് ഈ പടകിലേക്ക് കയറിയവർക്ക് അവരുടെ മുൻപിൽ കടന്നു വരുന്ന പ്രതികൂലം കടന്നു വരുമ്പോൾ സ്തോത്രം, അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അരുമനാഥൻ പറഞ്ഞ വാക്കാണ്. ഹല്ലേലൂയ. ഈ സമുദ്രത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. ഇല്ലെന്നല്ല പറഞ്ഞത്, ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. തിരമാലകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ സമുദ്രം. ആമേ. കൊടുങ്കാറ്റുകൾക്ക് ഒത്തിരി സാധ്യതയുള്ളതാണ് ഈ സമുദ്രം. ഈ സമുദ്രം ഇളകി മറിയാൻ സാധ്യതയുണ്ട്. വലിയ സുനാമികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇതിനെ ഒന്നും ഓർത്ത് നീ ഭാരപ്പെടണ്ട, ഞാൻ നിനക്ക് ജയം തരും. ദൈവത്തിന് സ്തോത്രം. ഇന്നു പകൽക്കാലവും ആടി ഉലയുന്ന ഒരു പടകിലാണ് ഈ സഭായോഗത്തിൽ നീ ആയിരിക്കുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിന്റെ കൂടെ തുഴയാൻ അമേ പുറപ്പെട്ട പലരും കാണാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിലും വിളിച്ച ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ ഇന്നു പകൽക്കാലം അമരത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് നീ ഇന്ന് ഈ ആരാധനാലയത്തിൽ വന്നത്. ഹല്ലേലൂയ. തകർത്ത് കളയുവാൻ ശത്രു സകല ഭാവത്തോടും അവന്റെ ശക്തിയോടും കൂടെ ഉയർന്നു വന്നാലും നീ ദൈവത്തിന്റെ ബലമുള്ള കരത്തിലാണ് ഇന്ന് പകൽക്കാലം ഇരിക്കുന്നത്. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിളിച്ചിറക്കിയവൻ അക്കരെ എത്തിക്കാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളും. ആമേൻ. ഉത്തരമരുളുക എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. കഷ്ടകാലത്ത് എന്ത് ചെയ്യണം? കൂടുതൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഒരു മന്ദമാരുതൻ നമ്മളെ തഴുകിപ്പോകുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുന്നതും, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൊടുങ്കാറ്റ്, ഞാൻ പിടിച്ച മരവും ചുഴറ്റി എറിയാൻ വരുന്ന കൊടുങ്കാറ്റ് വരുന്നപ്പോൾ ഞാൻ ദൈവത്തെ വിളിക്കുന്ന വിളിയും രണ്ടും രണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് വിളിക്കുന്ന വിളി നിലവിളിയാണ്, ശക്തമായുള്ള നിലവിളിയാണ്. ഇതുപോലെയാണ് കഷ്ടങ്ങൾ ഏറി വരുമ്പോൾ, നമ്മുടേതായ കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോകുമ്പോൾ, താളം തെറ്റുന്നത് കാണുമ്പോൾ കൂടുതലായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരു നെറ്റ് കണക്ഷൻ നമുക്ക് ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടുത്തെ കാലാവസ്ഥയിൽ ഒരു നല്ല മഴ പെയ്താൽ ഉടനെ നമ്മുടെ കറണ്ട് പോകും. സ്തോത്രം. എല്ലാ നെറ്റ് കണക്ഷനും പോകും, നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ വൈഫൈ ഒക്കെ ഓഫായി പോകും.
പക്ഷേ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രതികൂലങ്ങളുടെ നടുവിൽ സ്വർഗീയ കൺഷൻ വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവമുള്ളവരൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ കൺഷൻ എൻ്റെ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി വിച്ഛേദിച്ചിട്ടില്ല. അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ആ സമയം ദൈവം തമ്പുരാൻ നിന്നെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാ. നിനക്ക് വേണ്ടുന്ന സകല സഹായവും നൽകുവാൻ എൻ്റെ ദൈവം തമ്പുരാൻ സ്വർഗം തുറന്നിരിക്കുന്നത് എത്ര പേർ കാണുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. 14 ദിവസം സൂര്യനും ചന്ദ്രനുമില്ല, നക്ഷത്രങ്ങളില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെ നോക്കിയാലും മരണം, 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 മരണം മാത്രമാണ് പൗലോസിന്റെ പടകിൽ. ഹല്ലേലൂയ. എന്നാൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന അർദ്ധരാത്രിയിൽ അമേ പൗലോസിന് വേണ്ടി സ്വർഗീയ കണക്ഷൻ അങ്ങനെ നിൽക്കുന്നത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്നുള്ള സന്ദേശം, ഭയപ്പെടേണ്ട പൗലോസേ, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ലോക മനുഷ്യരിൽ നിന്ന് നിന്നെ വ്യത്യസ്തനാക്കുന്ന ഇതാണ്, നിന്നെ വിളിച്ചിറക്കിയ എൻ്റെ ദൈവം തമ്പുരാൻ. നീ ഭയപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് അവൻ നിന്നെ ഭയപ്പെടാതെ നിന്നെ ധൈര്യത്തോടെ നിർത്തുന്ന ഒരു സ്വർഗീയ ബന്ധം ഇന്ന് പകൽക്കാലം എനിക്കും നമുക്കും ദൈവസഭയ്ക്കും കർത്താവ് തന്നത് എത്രയോ വലുതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കഷ്ടതയിൽ നിന്ന് ഉയർന്നു വന്നതാണ് ദൈവത്തിന്റെ സഭ കേട്ടോ. കഷ്ടതയിൽ നിന്ന് ഉയർന്നു വന്നതാണ് ദൈവത്തിന്റെ സഭ. ആമേൻ. ഹല്ലേലൂയ. ഈ സഭ തീയിൽ കുരുത്തതാണ്. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? വെയിലത്ത് വാടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സൂര്യനും നിന്നെ വാട്ടാൻ പറ്റത്തില്ല. ആമേൻ. ഒരു ചന്ദ്രനും നിന്നെ ബാധിക്കത്തില്ല. ഒരു മന്ത്രവാദത്തിന് നിന്നെ തളർത്താൻ പറ്റത്തില്ല. നീ അഗ്നിയിൽ കുരുത്തതാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദാവീദ് ഗോത്രത്തിലെ സിംഹമാണ് നിന്നെ വിളിച്ചതെങ്കിൽ അലറുന്ന സിംഹത്തിന് നിന്നെ വിഴുങ്ങാൻ പറ്റത്തില്ല. യെസ്. ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ എന്റെ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ കർത്താവ് നൽകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവം നിനക്ക് ഉത്തരം തരും. തീർച്ചയായിട്ടും എൻ്റെ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കപ്പല്, ഒരു വലിയ കപ്പൽ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ തിര വന്ന് പോയപ്പോഴേക്ക് ഇതങ്ങൊരു ആഴത്തിലേക്ക് താണുപോയതുപോലെ തോന്നി. കപ്പൽ കാണാനില്ല. അതുപോലെ ഒരു കുഴിയിലേക്കാണ് ഈ കപ്പൽ പോയത്. കുറച്ചു നേരം നോക്കിക്കൊണ്ട് ഇതിപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും അത് പൊങ്ങി വന്നു. ഹല്ലേലൂയ. സ്തോത്രം. താഴ്ചകളിൽ ദൈവമക്കൾ തകരരുത്. അമേ, നീ എത്ര താണെന്ന് തോന്നിയാലും ഇസ്രായേലിന്റെ ദൈവം നിന്നെ വിളിച്ചിറക്കിയവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കീഴെ ശാശ്വതമേറിയ ഒരു ഭുജം ഇന്ന് പകൽക്കാലം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? നീ ഇരിക്കുന്നത്, ഇന്ന് നീ നിൽക്കുന്നത്, നീ ഇരിക്കുന്ന കസാരയുടെ അടിയിൽ, ഈ ഭൂമിയുടെ അടിയിൽ ഇതിനെ താങ്ങുന്ന ഒരു അദൃശ്യമാകുന്ന കരമുണ്ട്. അത് നിന്റെ ദൈവത്തിന്റെ കരമോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് തന്ന ദൈവിക ആലോചന നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 7ഉം 8ഉം ബാക്കി ഒന്ന് വായിക്കാം. അവരും ഞങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഈ 20-ാം സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്ന 2 ഗ്രൂപ്പാണ്. ഒന്ന് അവരും, 2 ഞങ്ങളും. കുതിരകളിൽ ആശ്രയിക്കുന്നവര്.
യഹോവയിൽ ആശ്രയിക്കുന്നു, യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കുതിരയുണ്ട്, ഞങ്ങൾക്ക് രഥമുണ്ട്, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുകയും പാടുകയും ചെയ്യുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ ഒരു ദൈവവൈദ്യൻ പറയുന്നത്, ഞങ്ങൾക്ക് കുതിരയില്ല, ഞങ്ങൾക്ക് രഥമില്ല, ഞങ്ങൾക്ക് ആശ്രയിക്കാതെ ഞങ്ങൾക്ക് ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് യഹോവ എന്ന നാമമുള്ളവനാണ്, യാഹ് എന്ന നാമമുള്ളവനാണ്. ആ യേശുവിന്റെ നാമമാണ് ഞങ്ങളുടെ ആശ്രയം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ കുതിരകളും രഥങ്ങളും അനവധി സൈന്യങ്ങൾ നിനക്ക് നേരെ പാളയമിറങ്ങിയാലും, ഹല്ലേലൂയ, നിന്റെ പക്ഷത്ത് ദൈവമുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അത് മതി നിനക്ക് ആശ്രയം. അത് മാത്രം മതി. നീ തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, രഥവും കുതിരയും ഒക്കെ ഉള്ളവർ എന്ത് ചെയ്തു? കുനിഞ്ഞു വീണുപോയി. പ്രൈസ് ദി ലോർഡ്. കുതിരപ്പുറത്തിരുന്നപ്പോൾ ഇച്ചിരി ഞെളിഞ്ഞായിരുന്നത്, ഹല്ലേലൂയ. രഥത്തിൽ ഇരുന്നപ്പോൾ ഇച്ചിരി പൊങ്ങിയായിരുന്നത്, ഹല്ലേലൂയ. അത് കണ്ടാണ് നിന്നെ തകർക്കാൻ വേണ്ടി ശത്രു ശ്രമിച്ചത്. പക്ഷേ ദൈവത്തിന്റെ ഭക്തൻ അമ്മേ ഒന്നും കൂടെ വീക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത്, അമ്മേ കുതിരപ്പുറത്തിരുന്നവനും, ഹല്ലേലൂയ, രഥത്തിന്റെ പുറത്തിരുന്നവനൊക്കെ എന്ത് ചെയ്യുക? കുനിഞ്ഞ് വീണുപോയി. കുനിഞ്ഞു വീണുപോയി. കുതിരയോടക്കം കുനിഞ്ഞു വീണുപോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുതിരപ്പുറത്തിരിക്കുന്നവൻ കുനിയണമെങ്കിൽ ആദ്യം കുതിരയുടെ തല എന്ത് ചെയ്യണം? കുനിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്നും എവിടെയും കുനിയാതെ നിന്ന ഒരു തലയുണ്ട്, അതെന്റെ യേശുവിന്റെ തലയാണ്. ഹല്ലേലൂയ. എത്ര കോടതിയിൽ എന്റെ യേശുവിനെ വിസ്തരിച്ചിട്ടും അവന്റെ തല കുനിഞ്ഞില്ല. അവന്റെ തല നിവരോടെ നിന്നു. അവൻ സകലത്തെയും ജയിച്ചവനാണ്. ഇന്ന് പകൽക്കാലം നിന്റെ തല കുനിഞ്ഞു പോകുമെന്ന്, നിന്റെ പൈതലിന്റെ തല കുനിഞ്ഞു പോകുമെന്ന്, നിന്റെ പ്രതീക്ഷകൾ കുനിഞ്ഞു പോകുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നീ ആശ്രയിക്കുന്ന ദൈവം കുനിഞ്ഞെങ്കിൽ മാത്രമേ നീ കുനിയത്തുള്ളൂ. യെസ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ കുനിഞ്ഞുപോയി, കുനിഞ്ഞു വീണുപോയി. ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ചിന്തിച്ചതാണോ ഇങ്ങനെ നിൽക്കുമെന്ന്? ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഒരല്പം പുറകോട്ട് ഒന്ന് പുറകോട്ട് നോക്കിക്കേ. ഹല്ലേലൂയ. എഴുന്നേക്കുമെന്ന് ചിന്തിച്ചതാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിവർന്നു നിൽക്കുമെന്ന് അമേ ചിന്തിച്ചതാണോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം നിനക്കെതിരെ അണിനിരന്നത് ചെറുതൊന്നുമല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെ തളർത്താൻ ശ്രമിച്ചത് ചെറുതൊന്നുമല്ലായിരുന്നു. രഥങ്ങളും കുതിരകളുമാ നിനക്കെതിരെ നിന്നത്. ഹല്ലേലൂയ. എന്നാൽ നീ വിളിച്ച ദൈവത്തിൽ നീ ആശ്രയിച്ചത് കൊണ്ട്, നീ ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് അവർ കുനിഞ്ഞു പോയി. എന്നാൽ നീ നിവർന്നു നിൽക്കുകയാ, എഴുന്നേറ്റ് നിൽക്കുകയോ. യോസേഫിന്റെ കറ്റ എഴുന്നേറ്റ് നിന്നതുപോലെ ഇന്ന് പകൽക്കാലം ദൈവ സഭയോട് കർത്താവ് പറയുകയാ, നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുകയോ. അസ്ഥികൾക്ക് ബലം നൽകി, ഞരമ്പുകൾക്ക് ബലം നൽകി, ഹാർട്ടിന് ബലം നൽകി, രക്തത്തിന് ബലം നൽകി, നിന്റെ ഉള്ളിൽ ബലം നൽകി. എന്റെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വാസമുള്ളവർ ആ ദൈവത്തെ അല്പസമയം സ്തുതിക്കാം. ഹല്ലേലൂയ. എഴുന്നേറ്റ് തളർന്നു നിൽക്കുകയല്ല. എഴുന്നേറ്റവരൊക്കെ എങ്ങനെ നിൽക്കുന്നേ? നിവർന്ന്. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കണം ദൈവസഭ. എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നീ നിവർന്ന് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും ഒരാളുടെ സപ്പോർട്ട്. ഇന്ന് തന്നെ ആരാധനയ്ക്ക് പോകാത്ത, ഇന്ന് തന്നെ കൂട്ടായ്മയ്ക്ക് പോകാത്ത, ഉന്തലും തള്ളലൊക്കെ ആദ്യമൊക്കെയാ, പിന്നെ ഇല്ല. സ്തോത്രം. ആമേൻ. എഴുന്നേറ്റ് നിവർന്നു നിൽക്കണം, നിവർന്നു നിൽക്കണം. അവരാണ് ജയിച്ചവര്. കർത്താവിൻ്റെ വരവിങ്കൽ, കാഹളനാദത്തിങ്കൽ,
ശവക്കല്ലറകളിലുള്ളവർ, ആമേൻ, ഉയർത്തെഴുന്നേൽക്കുന്നത് ഇങ്ങനെയുള്ള കൂട്ടത്തിലുള്ളവരാ. എഴുന്നേറ്റ് നിവർന്നു നിന്നവരാ. ഹല്ലേലൂയ. അവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ? ഹല്ലേലൂയ. നിന്റെ സകല പ്രയോഗവും നീ എനിക്ക് നേരെ ചെയ്തു, പക്ഷേ ആമേ ഞാൻ നിന്നെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്ന ദൈവത്തിൻ്റെ ആലോചന ഇതാ, നീ ജയിക്കണം. ഇന്ന് നിന്റെ മനസ്സിനെ കുലുക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, നിന്റെ വിശ്വാസത്തെ ചഞ്ചലിപ്പിക്കുന്ന ആ വിഷയത്തെ നീ എന്ത് ചെയ്യണം? നീ ജയിക്കണം. നീ അതിനെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കി. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കേൾക്കട്ടെ. സ്തോത്രം. ജയിക്കുന്നവന് ദൈവത്തിൻ്റെ പർദീസ, അവിടെയുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം ഞാൻ തിന്നാൻ കൊടുക്കും. സ്വർഗത്തിൽ ജയിച്ചവർ മാത്രമാണ് കേട്ടോ, ജയിച്ചവരാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത്, ആമേൻ, സ്തോത്രം, ഞാനത് സെർച്ച് ചെയ്തപ്പോൾ, ഞാനത് ധ്യാനിച്ചപ്പോൾ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 7 പ്രാവശ്യം ഈ ജയത്തെക്കുറിച്ച്, ജയിച്ചവരെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. 7 പ്രാവശ്യം. സ്തോത്രം, ഹല്ലേലൂയ. ഈ സഭയ്ക്ക് ഈ വെളിപ്പാട് പുസ്തകം യോഹന്നാന് ദൈവം തമ്പുരാൻ തൻ്റെ ദൂതൻ നിമിത്തം പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവിക ദർശനമാണ്. ആ ദർശനത്തിൽ യോഹന്നാനോട് ദൈവം പറയുകയാണ്, ജയിക്കണം. യുദ്ധമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. യുദ്ധമുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? യുദ്ധമുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, അപ്പന് ശത്രു ഉണ്ടെങ്കിൽ അത് മക്കളുടെയും ശത്രു തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ടാണ് തിരഞ്ഞിരിക്കുന്നത്. 3ആയിട്ട്. സ്തോത്രം. 3 പ്രധാന ഭാഗമാണ് ഈ വെളിപ്പാട് പുസ്തകം. അതിൻ്റെ സ്തോത്രം 2-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിച്ചു. 1-ാം അധ്യായം 19-ാം വാക്യം. സ്തോത്രം. ഈ 3 കാര്യമാണ് വെളിപ്പാട് പുസ്തകം. ഈ 3 കാര്യമാണ് നീ എഴുതേണ്ടത്. അതാണ് യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം. 1, നീ കണ്ടത്. അത് 1-ാം അധ്യായമാണ്. യേശുക്രിസ്തുവിൻ്റെ ദർശനം. യോഹന്നാൻ പത്മോസിൽ വെച്ച് കണ്ട യേശുക്രിസ്തുവിൻ്റെ ദർശനം. ആ ദർശനം സകല ഭയത്തിൽ നിന്നും യോഹന്നാനെ രക്ഷിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം കുറ്റം ചെയ്തവരെ, രാജ്യത്തിന് വേണ്ടാത്തവരെ നാടുകടത്തുന്ന ഒരു ജയിലറയാണ് പത്മോസ്. ഏകാന്തതയുടെ ഒരു തുരുത്ത്. അവിടെ മുൻപ് നാടുകടത്തിയവരുടെ അസ്ഥികളും വിഷപ്പാമ്പുകളും ഈജിയൻ സമുദ്രത്തിൻ്റെ ഘോരമായ ഇരമ്പലിൻ്റെ ശബ്ദവും ഈ അസ്ഥികൂടങ്ങളിൽ വന്ന് കൊത്തിപ്പറിക്കാൻ വട്ടമിടുന്ന വലിയ കഴുകന്മാർ, ഭീകരത മാത്രം തളം കെട്ടി നിൽക്കുന്ന ഈ പത്മോസിൽ യോഹന്നാൻ കർത്താവിന് വേണ്ടി നിന്ന, കർത്താവിൻ്റെ ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, അരുമ ശിഷ്യൻ, കർത്താവിൻ്റെ മാർബോട് ചേർന്നിരുന്നവൻ, സ്തോത്രം, ഇപ്പോൾ വലിച്ചെറിയപ്പെട്ടിരിക്കുക ഈ ദ്വീപിലേക്ക്. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായി താൻ വളരെ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, പ്രൈസ് ദി ലോർഡ്, കർത്തൃ ദിവസം, ആമേൻ, അവൻ ആത്മവിവശതയിലായി. ഞാൻ പറയാം, എത്ര പ്രതികൂലങ്ങൾ നിന്നെ വരിഞ്ഞു മുറുക്കിയാലും നീ ഞായറാഴ്ച മറക്കരുത്.
വരാൻ പറ്റിയില്ലെങ്കിലും, വീട്ടിൽ നീ തലപൊക്കാതെ കിടക്കുകയാണെങ്കിലും, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, കട്ടിലെ കടന്ന് നീ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിശാച് നോക്കിയപ്പം ചേട്ടാ ഇവിടെയും അവൻ കടന്ന് തുള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവിലുള്ള ആരാധന അവനെ ഒരു ആത്മീക വിവശതയിലേക്ക് കൊണ്ടുപോയി. യോഹന്നാൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക അവിടെ കിടന്ന്. നല്ല സ്ഥലമൊന്നുമില്ല, തെന്നിത്തിറച്ച് കിടക്കുന്നതായ പായൽ പിടിച്ച കൽക്കൂമ്പാരങ്ങൾ, കാലുമുട്ടുന്നൊക്കെ അസ്ഥി കഷ്ണത്തേൽ, ചവിട്ടുന്നൊക്കെ വിഷമുള്ള പാമ്പിന്മേൽ, കൈപൊക്കിയാൽ ചിറക് കഴുകന്റെ ചിറകയിലാണ് യോഹന്നാന്റെ കൈമുട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ യോഹന്നാൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ സ്വർഗ്ഗം മുഴുവൻ അവിടെ ഇറക്കിക്കൊണ്ടുവന്നു. ഇന്ന് വരെ യോഹന്നാൻ ഇതുപോലൊരു ആരാധന ആരാധിച്ചിട്ടില്ല. ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നപ്പോഴോ, കർത്താവ് കൂടെ യോഹന്നാനോട് കൂടെ ഉണ്ടായിരുന്നപ്പോഴോ ഇതുപോലെ ഒരു ദർശനം, ഇതുപോലെ ഒരു ആത്മസാന്നിധ്യം, ഒരു ദൈവിക സ്പർശനം യോഹന്നാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ ആത്മവിവശതയിൽ യോഹന്നാനോട് ദൈവം പറയുകയായി 3 കാര്യം. ഒന്ന്, ഇപ്പോൾ നീ കണ്ടത്, പ്രൈസ് ദി ലോർഡ്, നീ കണ്ടത് അതൊക്കെ ഒരു അനുഭവമാകട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ വന്നവരൊക്കെ ചിലത് കണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മീകരെന്ന് പറഞ്ഞാൽ അന്ധന്മാരല്ല. ആമേൻ. ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ കുരുടന്മാരല്ല. അവർ ചിലത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കർത്താവിനെ നീ കണ്ടുവേണം ദൈവത്തെ ആരാധിക്കാൻ. എൻ്റെ ദൈവത്തിന്റെ മഹത്വം കണ്ടവർ എത്ര പേരുണ്ട്? ദൈവവചനത്തിലൂടെയും ആത്മാവിലൂടെയും വെളിപ്പാടിലൂടെയും ദൈവവചന ശുശ്രൂഷയിലൂടെയും യേശുവിനെ കണ്ടവർ അവനെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2, ഇപ്പോഴുള്ളത്. സ്തോത്രം. ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2, 3 അധ്യായങ്ങളിലുള്ള കാര്യങ്ങളാണ്. 7 സഭ. ഈ സഭകളെ കുറിച്ചുള്ള ഭാരം ഈ യോഹന്നാനുണ്ട്. സ്തോത്രം. ഈ സഭകളെ കുറിച്ചുള്ളൊരു ഭാരം ഈ യോഹന്നാനുണ്ട്. പൗലോസ് പറയുകയാണ് സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അതാണ് 2, 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് 7 സഭ. സ്തോത്രം, ഹല്ലേലൂയ. അത് യേശുക്രിസ്തുവിൻ്റെ ആമേൻ, സ്തോത്രം, സ്വർഗാരോഹണം മുതൽ കർത്താവിൻ്റെ മടങ്ങിവരവ് വരെയുള്ള 7 പീരീഡാണ് 7 സഭ. 7 സഭ എന്ന് പറഞ്ഞാൽ. സ്തോത്രം. അതിൽ 7ാമത്തെ സഭ ഏതാണ്? ലവോദിക്ക സഭ. അത് ഈ സഭയാണ്. ഈ സഭ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടമാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിന് മുൻപുള്ള കാലഘട്ടം. അതാണ് ലവോദിക്ക സഭ പീരീഡ് എന്ന് പറഞ്ഞാൽ. സ്തോത്രം. ആ ലവോദിക്ക സഭയുടെ അനുഭവങ്ങൾ വായിച്ചാൽ അറിയാം ഇന്നത്തെ ലോകത്തിൻ്റെ അനുഭവങ്ങളും ദൈവസഭയുടെ അനുഭവങ്ങളൊക്കെ എവിടെയാണെന്ന്. സ്തോത്രം. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. സഭയുടെ അകത്തല്ല, സഭയുടെ പുറത്ത് കർത്താവിനെ ഇറക്കി വിട്ടു. എത്ര പേര് കർത്താവിനെ പുറത്തിറക്കി വിട്ടു? കർത്താവുമായുള്ള ഒരു കൂട്ടായ്മ, കർത്താവുമായുള്ള ഒരു ആത്മബന്ധം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. മുട്ടിക്കൊണ്ടിരിക്കുക എന്നും. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററുടെ ഹൃദയത്തിൽ മുട്ടുക, വിശ്വാസിയുടെ ഹൃദയത്തിൽ മുട്ടുക, സെൻട്രൽ പാസ്റ്റർമാരുടെ ഹൃദയത്തിൽ മുട്ടുക. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് നമ്മുടെ എല്ലാം ഉള്ളിൽ കർത്താവ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ നിമിത്തം കർത്താവ് ഇന്ന് പുറത്തു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ അനുഭവമാണ് ഇന്നത്തെ അനുഭവം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ്റെ വരവിങ്കൽ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാൻ ചിന്തിച്ച്, യേശു എൻ്റെ പുറത്താണോ എൻ്റെ അകത്താണോ? അകത്തു വന്നത് അവനെ കൈക്കൊണ്ടപ്പോഴാണ് അകത്തു വന്നത്, രക്ഷിക്കപ്പെട്ടപ്പോൾ.
അവൻ എൻ്റെ അകത്ത് വന്നതാ. അന്നനുഭവിച്ച സ്വർഗീയ സന്തോഷം, അന്നനുഭവിച്ച സ്വർഗീയ സ്നേഹം, അന്നനുഭവിച്ച വിശ്വാസം, അന്നത്തെ ആത്മീകമായ തീഷ്ണത ഇന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത് കാണിക്കുന്നത് ഇന്നുള്ളത്, ഇപ്പോഴുള്ളത്. സ്തോത്രം, മൂന്നാമത്തെ കാര്യമോ? ഇനി സംഭവിപ്പാനുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ, ഇനി സംഭവിപ്പാൻ, മേലാൽ വരുന്ന കാലത്ത് സംഭവിപ്പാനുള്ളതാണ് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. സ്തോത്രം. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് യോഹന്നാന് കർത്താവ് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം, ആമേൻ. അപ്പോൾ ഇപ്പോഴത്തെ അനുഭവത്തിൽ കർത്താവ് പറയുകയാണ്, നീ ജയിക്കണം, ജയിക്കണം. യോഹന്നാനോടും കർത്താവ് പറയുക, ഈ പത്മോസ് ദ്വീപിൽ നീ എന്ത് ചെയ്യണം? ജയിക്കണം. ജയിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോകും, നിനക്കൊരു പ്രമോഷൻ ഞാൻ തരും. ചിലരുടെ ചിന്താഗതികൾ മാറും. എൻ്റെ ദൈവം തമ്പുരാൻ നിന്നെ ഉയർത്തും. പ്രൈസലോ. അങ്ങനെയാണ് യോഹന്നാനെ ദൈവം തമ്പുരാൻ അവിടുന്ന് തിരിച്ചു കൊണ്ടുപോയത്. പ്രൈസലോ. അവിടെയൊക്കെ തീരുമെന്ന് വിചാരിച്ചതാകട്ടോ. പ്രൈസലോ. നിന്നെ ജയിലറയ്ക്കകത്ത് തീർക്കാൻ, ഒതുക്കിക്കളയാൻ പിശാച തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ജയിക്കുന്നവനായി മാറിയാൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും, ഞാൻ നിന്നെ ഉയർത്തും. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ജയിക്കുന്നവന് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്, ജയിക്കുന്നവന് സ്വർഗീയ രാജ്യത്തിൽ അവകാശമുണ്ട്, ജീവവൃക്ഷത്തിന്റെ ഫലം അവന് തിന്മാൻ കൊടുക്കും. സ്തോത്രം. വേഗം ഞാൻ ഒരു വാക്കുകൾ അവസാനിപ്പിക്കാം. 2-3 കാര്യങ്ങളുണ്ട് നമ്മൾ ജയിക്കേണ്ട മേഖല, അതേ ഒന്ന് നമുക്കൊന്ന് സ്പർശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവത്തിൻ്റെ പൈതൽ ജയിക്കേണ്ട മേഖല എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ ഫൈറ്റിംഗ് ഏരിയ ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ സ്തോത്രം 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം എന്ന് വായിക്കാം. 1 യോഹന്നാൻ 5:4. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും എന്ത് ചെയ്യണം? ലോകത്തെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ ജയിക്കണം. ഈ മേഖലകളിലൊക്കെ ഒത്തിരി പേര് തോറ്റുപോകുന്ന മേഖലയാണ്. ഈ ലോകത്തെ ജയിക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. കേൾക്കുന്ന വചനത്തെ ഞെരുക്കുന്ന മുള്ള് എന്താണ്? ഈ ലോകത്തിൻ്റെ ചിന്ത. സ്തോത്രം. ദൈവമക്കൾ അവരുടെ കാല് ഈ ലോകത്തിലാണെങ്കിലും തല എവിടെയായിരിക്കും? സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഈ ലോകത്തിൻ്റെ ചിന്ത, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന സകല ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും എന്ത് ചെയ്യും? ഞെരുക്കിക്കളയും. സ്തോത്രം. ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണോ ഈ ലോകത്തിലെ ചിന്തകളെക്കുറിച്ചാണോ? നമ്മുടെ ടെൻഷൻ തീർച്ചയായും നമ്മുടെ ടെൻഷൻ മുഴുവനും ഈ ലോകത്തിലെ ചിന്തകളാണ്. നമ്മളെ ഭരിക്കുന്ന മുഴുവനും ഈ ലോകത്തിലെ ചിന്തകളാണ് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന മുഴുവൻ. സ്തോത്രം.
അതുകൊണ്ട് ആ ചിന്തയ്ക്ക് ഒരു മാറ്റം. എവിടത്തെ ചിന്തിക്കണം? ഉയരത്തിലെ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിലെ ചിന്തിക്കണം. ഉയരത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്തോത്രം, ആമേൻ, പൗലോസ് പറയുക, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണി. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഉയരത്തിലുള്ളത്, എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനം, എൻ്റെ വാസം, എൻ്റെ നിത്യത, എൻ്റെ പ്രതിഫലം, പ്രൈസ് ദി ലോർഡ്, എൻ്റെ വാഗ്ദത്തം മുഴുവൻ എവിടെയാ? മുഴുവനും ഉയരത്തിലുള്ളതാണ്. സ്തോത്രം. ആ ഉയരത്തിലെ ചിന്ത നമ്മുടെ മേലുണ്ടെങ്കിൽ ഈ ലോകത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മരിക്കുമെന്നും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു രോഗം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ പേടിക്കാതെ പറയണം, ഞാൻ മരിക്കും. നീ എന്നെ കൊല്ലാൻ വന്നല്ലേ? ഞാൻ മരിക്കും, മരിച്ച ഞാൻ അങ്ങോട്ട് പോകും, നിത്യതയിൽ പോകും. ഈയിടെ എന്തിനാ ഇവനെ പിടിച്ച് ഞെക്കുന്നതെന്ന് രോഗം ചിന്തിക്കും. ഇവനെ എന്തിനാ ഞെക്കുന്നത്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പിശാചിൻ്റെ ആഗ്രഹം മുഴുവനും ഞാൻ ഇവിടുന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് എന്നെ പിടിച്ച് ഞെക്കിയിട്ട് എൻ്റെ വിശ്വാസം എന്ത് ചെയ്യണം? ആ ഉയരത്തിലെ എല്ലാം നീ മറക്കണം. അതുള്ളവൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒരു രോഗം വന്ന് എന്നെ പിടിച്ചു കഴിയുമ്പോൾ ആ രോഗം പറയും, നിന്നെ ഞാൻ കൊല്ലും. ഉടനെ പറയണം, ശരി, ഞാൻ മരിക്കും, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുണ്ട്. അതുകൊണ്ട് മരണം എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യമാണ്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഞാൻ മരിക്കും. അമ്മേ, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കർത്താവിനോടുകൂടെ നിത്യതയിൽ രോഗമില്ലാത്ത മരണമില്ലാത്ത നാട്ടിൽ ഞാൻ കയറും. എന്ന് നീ ആ രോഗത്തെ നോക്കി പറഞ്ഞു നോക്കിക്കേ, ആ രോഗം പടിയിറങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ലോകത്തെ ദൈവമക്കൾ എന്ത് ചെയ്യണം? ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ തന്നെ എങ്ങനെയാ ജയിക്കുന്നത് നമ്മൾ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചു ഒന്നും കൂടെ. എങ്ങനെയായി ലോകത്തെ ജയിച്ചത്? വിശ്വാസം. അപ്പം പിശാച് ചോദിക്കും, നീ അത് കണ്ടിട്ടുണ്ടോ? നീ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ സ്വർഗം ഉണ്ടോ? യേശു മടങ്ങി വരുമെന്ന് പറയുന്നു. യേശു മടങ്ങി വരുമോ? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പം പിശാച് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വിശ്വസിക്കുന്നു. ബോഷ്കു പറയാത്ത ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ എന്തെഴുതിയിട്ടുണ്ടെങ്കിലും ഞാനത് വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ വേണം ഈ ലോകത്തെ ജയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് വിശ്വാസത്തിൽ ദൈവമക്കൾ സമ്പന്നരായി ഒന്നാമത് ജയിക്കേണ്ട മേഖലയാണ് ലോകത്തെ ജയിക്കണം. 2 റോമാലേഖനം 12-ാം അധ്യായം 21-ാമത്തെ വാക്യം. റോമാലേഖനം 12:21. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. രണ്ടാമത് നമ്മൾ ജയിക്കേണ്ട മേഖലയാണ് തിന്മയെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ തിന്മയെന്ന് പറഞ്ഞാൽ? ഒരാളുടെ പ്രവൃത്തിയോ ചിന്തയോ സംസാരമോ ഇടപെടലൊക്കെ ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരാൾക്ക് ദോഷമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതാണ് തിന്മ. എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി, എൻ്റെ ഇടപെടലുകൾ ഒരാൾക്ക് ദോഷമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് തിന്മ. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊക്കെ ഒരാൾക്ക് പ്രയോജനമായി മാറുന്നുണ്ടെങ്കിൽ അത് നന്മ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ കൂടുതലും എനിക്ക് ദോഷം ചെയ്യുന്ന വ്യക്തികളോട് അവിടെയൊക്കെ നമ്മൾ മിക്കപേരും തോറ്റുപോവുകയാണ്. സ്തോത്രം. എനിക്ക് തിന്മ ചെയ്യുന്ന വ്യക്തികളോട് നമ്മൾ എന്താ ചെയ്യുന്നത്?
അത് തന്നെയാണ്. ആ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുക. അല്പം ഡോസ് കൂട്ടി കൊടുക്കും. സ്തോത്രം. തിന്മയെ എങ്ങനെ ജയിക്കണം? നന്മ കൊണ്ട് ജയിക്കണം. സ്തോത്രം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തിന്മ അധികമുള്ളിടത്ത് നന്മ അധികം ഉണ്ടാകണം. പാപം പെരുകിയിടത്ത് എന്ത് വർദ്ധിച്ചെന്നാ? കൃപ. പ്രൈസ് ദി ലോർഡ്. പാപം പെരുകിയെടുത്ത് എൻ്റെ ദൈവമേ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാനങ്ങ് പാപം ചെയ്തു പോകുക. അത്രയ്ക്ക് ചുറ്റിനും മുഴുവനും പാപമാ. സ്തോത്രം. കർത്താവ് പറയുന്നു, മോനെ, പാപം പെരുകിയെടുത്ത് എൻ്റെ കൃപയും അധികമായി പെരുകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പാപം ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ആമേൻ, തിന്മ ചെയ്യുമ്പോൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിന്മയോട് തോൽക്കരുത്. സ്തോത്രം. ആമേൻ. തീ കെടുത്തുന്നത് തീ കൊണ്ടാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. തീ കെടുത്തുന്നത് വെള്ളം കൊണ്ട് മാത്രമാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ തിന്മയെ ജയിക്കാൻ തിന്മ തന്നെയാണ് നമ്മളും സ്വീകരിക്കുന്ന മാർഗം. അത് തോറ്റുപോകുന്നവരുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അപ്പം നമ്മൾ ലോകത്തെ ജയിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ ഈ ലോകത്തെ നമ്മൾ ജയിക്കണം. ആമേൻ. ഹല്ലേലൂയ. തിന്മയെ ജയിക്കേണ്ടത് നന്മ കൊണ്ട് നമ്മൾ തിന്മയെ നമ്മൾ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനുഗ്രഹിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയാൽ ഞാൻ ആരാ? ഞാൻ ജയിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ജയിച്ചവരാണ് സ്വർഗീയ രാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മൂന്നാമത്തെ ജയം കൂടെ ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. എബ്രായർ 12:4. പാപത്തോട് പോരാടുന്നതിൽ ഉണ്ടോ? പാപത്തെ നിങ്ങൾ ജയിക്കണം. പോരാടിയ മാത്രം പോരാ, ജയിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പാപം ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം ചെയ്യാതെ ഇരിക്കാൻ മരണം വരെ സ്വീകരിക്കാൻ തയ്യാറാകണം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടോ? അവിടം വരെ നിന്നിട്ടുണ്ടോ? നമ്മൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണൻ പോകുന്നത് വരെ നിന്നിട്ടുണ്ടോ? സ്തോത്രം. ആദിമ ക്രിസ്ത്യാനികളൊക്കെ വളരെ കഷ്ടതയിലൂടെയും പീഡയിലൂടെയാണ് കടന്നു പോയത്. അവർ കടന്നു പോകുന്ന സമയത്ത് സ്തോത്രം ഒത്തിരി പ്രലോഭനങ്ങൾ അവിടെ നേരെ വന്നു. പരീക്ഷകൾ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ മാർഗത്തെ വിട്ടാൽ, ഈ ദൈവത്തെ ഉപേക്ഷിച്ചാൽ ഗവൺമെൻറ് ജോലി, ഉന്നതമായ ഉയർച്ചകൾ, ആദരവ്, രാജ്യം, അംഗീകാരം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തും, നിങ്ങളെ പരിഹസിക്കും, നിങ്ങളെ ആക്ഷേപിക്കും. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ 1-2 പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ആ നാമം ധരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. മഹത്വപ്പെടുത്തണം. അത് വളരെ കഷ്ടതയിലൂടെ പോയ ദൈവമക്കളോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ജയിക്കണം. ഒരിക്കലും നിങ്ങൾ പാപത്തിന് വീണ്ടും അടിമയാകരുത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി പാപത്തിന് വേണ്ടി ഒരു യാഗം ഇനി ശേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് മരിക്കാൻ, പാപത്തിന് മുമ്പിൽ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് പാപം? ദൈവത്തിൻ്റെ വചനം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതാണ് പാപം. ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യരുതാത്തതും പാപമാണ്. ഇതാണ് പാപം. സ്തോത്രം.
അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നതിൽ പ്രാണൻ പോകുന്നത് വരെ എതിർത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം പാപത്തെ എങ്ങനെ ജയിക്കാൻ പറ്റും? ജീവൻ കൊടുത്ത് പാപത്തെ ജയിക്കണം കേട്ടോ. ജീവൻ കൊടുത്ത് പാപത്തെ ജയിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൻ്റെ ഒരു അവയവമല്ല. ജീവൻ, പ്രാണൻ പോകുന്നതുവരെ നിങ്ങൾ പാപത്തോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അപ്പോൾ നോക്കിക്കേ, പാപത്തിൻ്റെ പോരാട്ടം ചെറുതല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മരിച്ചു വീണു എന്ന് കണ്ടാലേ ആ പാപം പിന്മാറത്തുള്ളൂ. അതുവരെ എന്നോട് പാപം പോരാടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പിശാചിൻ്റെ അടിമത്തത്തിലേക്കും നിത്യമായ നരകത്തിലേക്കും എന്നെ കൊണ്ടുപോകുവാൻ പാപത്തിൻ്റെ ശക്തി അനുദിനവും നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അപ്പസ്തോലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എതിർത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഇനിയൊരു പാപം ചെയ്താൽ ഇനിയൊരു യാഗം നമുക്ക് ഇല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 2:14. ആ ആ ആ ആ ആ ആ അടുത്ത് ജയിക്കേണ്ടത് ദുഷ്ടനെ ജയിക്കണം. സ്തോത്രം. ദുഷ്ടനെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ്? പിശാചുമാണ്. ചില മനുഷ്യനും ദുഷ്ടന്മാരാ. സ്തോത്രം. പിശാച് ദുഷ്ടനാണ്, ചില മനുഷ്യരും ദുഷ്ടരാണ്. ഈ രണ്ട് മേഖല ദൈവമക്കൾ ജയിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ 17-ാം അധ്യായം എടുത്ത്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആ ആ കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ശിഷ്യഗണങ്ങളെ വിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻപ് യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഈ എന്നെ അനുഗമിക്കുന്ന ഈ ജനത്തെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദുഷ്ടന്റെ കയ്യിൽ ഞങ്ങളെ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, ദുഷ്ടന്റെ പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തരുതേ. സ്തോത്രം. അപ്പം പിശാച് ദുഷ്ടനാണ്. ആ ദുഷ്ടനെ ദൈവമക്കൾ എന്ത് ചെയ്യണം? ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. പിശാചിനെ ജയിക്കണമെങ്കിൽ പിശാചിനെ അറിയണം. പിശാചിൻ്റെ തന്ത്രങ്ങളെ ദൈവമക്കൾ അറിയണം. എല്ലാവരും അറിയണം. അറിഞ്ഞിട്ട് വേണം അവനെ എന്ത് ചെയ്യാൻ? അവനെ ജയിക്കാൻ. അവൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് വേണം അവനെ ജയിക്കാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയിൽ പഠിക്കാത്ത കുഞ്ഞെന്ത് ചെയ്യും? പരാജയപ്പെടും. അങ്ങനെയെങ്കിൽ പിശാചിനെ കുറിച്ച് നല്ലതുപോലെ അറിഞ്ഞാൽ മാത്രമേ ആ ദുഷ്ടനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. സ്തോത്രം. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യോബ് 22:15. ആ മതി. അവിടെ ഇരിക്കുന്നത് എന്താണ്? ദുഷ്ടമനുഷ്യൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടമനുഷ്യൻ 22:15. സ്തോത്രം. അപ്പം ദുഷ്ടനായ പിശാച് ദുഷ്ടനാണ്. ആ ദുഷ്ടനായ പിശാചിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ജീവിക്കുന്ന മനുഷ്യരുമാരാ? ദുഷ്ട മനുഷ്യരാണ്. സ്തോത്രം. ദൈവമുണ്ട്, ദൈവ മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ ദുഷ്ടനായ പിശാചും അവൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ജീവിക്കുന്നവരൊക്കെ ആരാണ്? ദുഷ്ട മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ മൈക്കാടന്മാർ. സ്തോത്രം.
ഉണ്ടോ? മേസ്തിരിക്ക് വരെ മൈക്കാടില്ലേ എന്ന് പറയുന്ന പോലെ പിശാചിൻ്റെ മൈക്കാടന്മാർ ഒത്തിരി പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുന്നത് എടുക്കണം, അവൻ പറയുന്നത് ചെയ്യണം. സ്തോത്രം. അവനെ അനുസരിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരൊക്കെ ദുഷ്ടമനുഷ്യരാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അവൻ്റെ ആജ്ഞയെ അനുസരിക്കുന്ന അവരൊക്കെ ആരാണ്? പ്രൈസ് ദി ലോർഡ്. ദൈവമനുഷ്യരാണ്, ദൈവമക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ രണ്ട് മേഖല ദൈവമക്കൾ ജയിക്കണം. ദുഷ്ടനായ പിശാചിനെ ജയിക്കണം, ദുഷ്ട മനുഷ്യരെയും ദൈവമക്കൾ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ആ ആ സ്തോത്രം. ഹല്ലേലൂയ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിലാ ഇവിടെ പൂർണ്ണ ജയം? ഏത് വിഷയത്തിലാ? 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 37. ആ ആ സ്തോത്രം. 35-ാമത്തെ വാക്യം. ആ ആ അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ഏതെല്ലാം വിഷയമുണ്ടോ അതിനെല്ലാം പൂർണ്ണ ജയം പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന സകലത്തിലും പൂർണ്ണ ജയം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകലുന്നുണ്ടോ നമ്മൾ? സ്തോത്രം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ജയം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്ന എല്ലാറ്റിലും പൂർണ്ണ ജയം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന, ആമേൻ, പൗലോസ്ലീഹ അവിടെ ഒരു വലിയ ലിസ്റ്റ്, ആമേൻ, നിരത്തുകയാണ്. സ്തോത്രം. ഇവയ്ക്കൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ വരുന്ന രംഗം കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം, ഇത് എന്നെ ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണ്, എൻ്റെ ആരാധനയെ ഒതുക്കാനുള്ള പരിപാടിയാണ്. സ്തോത്രം. അങ്ങനെ എന്തെങ്കിലും ലക്ഷണം വരുന്നുണ്ടെങ്കിൽ അതിനോടൊരു അകലം പാലിച്ചോണം. അമ്മാച്ചനാണെങ്കിൽ അമ്മാച്ചനോട്, സ്തോത്രം, ഒരകലം പാലിച്ചോണം. അമ്മാച്ചനൊക്കെ അമ്മാച്ചൻ തന്നെയാണ്. പക്ഷേ എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഞാൻ അമ്മാച്ചനെ സമ്മതിക്കത്തില്ല. അവിടെ ഞാൻ അല്പം ജയം എടുക്കുന്നല്ല, പൂർണ്ണ ജയം. പട്ടണത്തിൽ കൊണ്ടുപോയി എൻ്റെ വസ്ത്രം ഉരിഞ്ഞ് നഗ്നനാക്കിയാലും, പട്ടിണി, പൈതാഹം, ഉറക്കളപ്പ്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്,
കള്ള സഹോദരന്മാരുള്ള ആപത്ത്. പ്രൈസലോ. ഇവയ്ക്കൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഇവിടെയൊക്കെ ജയമെടുക്കുകയാ. നിന്നെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തും. ഹല്ലേലൂയ. ആമേൻ. നിന്നെ ചിലപ്പോൾ ഹല്ലേലൂയ ആമേൻ ആക്ഷേപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ ഇന്ന് പലകാലം ആ സത്യം മനസ്സിലാക്കണം. എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിയെയും ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ മാധ്യമങ്ങൾക്കോ ഇന്നത്തെ മീഡിയകൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ എൻ്റെ ബന്ധുമിത്രാദികൾക്കോ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ. ഹല്ലേലൂയ. ഇന്നത്തെ വചന കേൾവി സ്നേഹത്തിന്റെ കയറ് കൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് നമ്മെ ബന്ധിക്കാൻ എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ ഞാൻ അങ്ങേ വിട്ട് അകലം വിട്ട് സഞ്ചരിക്കുകയാ. എന്നാൽ ഇന്ന് പകൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ 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 എന്നെ അകറ്റുന്ന സകലത്തിനോട് ഞാൻ അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നു. അകലം പാലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്നെ സഹായിക്കണമേ. അവിടെയൊക്കെ എനിക്കൊരു പൂർണ്ണ ജയം തരണമേ കർത്താവേ. ജയമല്ല, ഒരു പൂർണ്ണ ജയം കർത്താവേ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാർവിലണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാർവിലണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാർവിലണച്ചിടും സ്നേഹമേ, ചിടും സ്നേഹമേ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറി പോകാതിരിക്കുവാൻ സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ ബന്ധിച്ചിടും യേശു രക്ഷകേ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറി പോകാതിരിക്കുവാൻ സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ ബന്ധിച്ചിടും യേശു രക്ഷകൻ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാർവിലണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാർവിലണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി
എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോ ഞാനോർത്തിടുമേ എൻ്റെ പ്രിയൻ്റെ പുഞ്ചിരി തോകുമാ പൊന്മുഖം. നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോ ഞാനോർത്തിടുമേ എൻ പ്രിയൻ്റെ പുഞ്ചിരി തോകുമാ പൊന്മുഖം. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, എന്നെ മാർവീണേ ചീടോ സ്നേഹമേ, എൻ്റെ കണ്ണീ തുടച്ചിടും സ്നേഹമേ, എന്നെ മാർവിലാണേ സ്നേഹമേ, എന്നെ കണ്ണീ തുടച്ചിടും സ്നേഹമേ. എന്നെ സ്നേഹിച്ച അക്രൂശിലെ സ്നേഹം എൻ്റെ ഗാനമായി മാറണം. നാട്ടുകാരും വീട്ടുകാരും കൂട്ടമായി സ്വന്തം സഹോദരങ്ങൾ നിന്ദകൾ പഴികൾ ചൊല്ലി ദുഷിച്ച് അകറ്റി നിർത്തുമ്പോഴും എന്നെ മാർബിൽ ചേർക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ശ്രമിക്കുന്ന സകല ശക്തിയുടെ മേലും പൂർണ്ണ ജയം പൂർണ്ണ ജയം പൂർണ്ണ ജയം ഞാൻ പ്രാപിക്കും. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല. ഹല്ലേലൂയ. ഒരടി കൂടെ ഞാൻ മുൻപോട്ട് വരുന്നപ്പാ, എൻ്റെ പാത ഞാൻ മുൻപോട്ട് വയ്ക്കുന്ന കർത്താവേ, തിരമാലകൾ വർദ്ധിച്ചാലും കൊടുങ്കാറ്റുകൾ വർദ്ധിച്ചാലും ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും, ഹല്ലേലൂയ ഹല്ലേലൂയ, അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും മുന്തിരിവള്ളി പൂത്തില്ലെങ്കിലും ഗോശാലകളിൽ കന്നുകാലി കുറഞ്ഞു പോയാലും ഞാൻ യഹോവയിൽ തന്നെ സന്തോഷിക്കും. എൻ്റെ വാഗ്ദത്തത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ അല്പസമയം അധരങ്ങളെ തുറന്ന് ആരും വന്നാതിന് സ്നേഹം പ്രകടിപ്പിക്കാം. അത് ആരാധനയായി, അത് നന്ദിയായി, സ്തുതിയായി അല്പസമയം ദൈവത്തിന് അർപ്പിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അതിന് വിരോധമായി പ്രവർത്തിക്കുന്ന സകല ഇരുളിന്റെ ശക്തിയെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ജയിക്കുന്നു. ലോകത്തെ ജയിക്കുന്നു, പിശാചിനെ ജയിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. Glory, 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 glory. Hallelujah, hallelujah. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ സമ്പൂർണമായിട്ട് സമർപ്പിക്കാം.